നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. 24, 25, 26 തീയതികളിലായി പേരാമ്പ്രയിൽ നടന്ന കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം സമാപിച്ചു. വടകര MP ഷാഫി പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 24, 25, 26 തീയതികളിലായി ഡോക്ടർ KG അടിയോടി നഗറായ പേരാമ്പ്ര കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച KPSTA ജില്ലാ സമ്മേളനം സമാപിച്ചു. വടകര MP ഷാഫി പറമ്പിൽ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. എന്തൊക്കെ പറഞ്ഞാലും നാട്ടിലെ സർക്കാർ ഉദ്യോഗസ്ഥരോടും നാട്ടിലെ അധ്യാപകരോടും നിഷ്പക്ഷമായി മാറ്റി നിർത്തി ചോദിച്ചാൽ അവർ ഈ ഗവൺമെന്റിനെ കൊണ്ട് വെറുത്തിരിക്കുന്നു, മടുത്തിരിക്കുന്നു ഒക്കെ എന്നുള്ളത് നിർബന്ധമായിട്ടും അവർ പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ആരോട് സംസാരിച്ചാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ജനങ്ങളോടും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരോടും അധ്യാപകരോടുമല്ല ഒരേ സമയം യുദ്ധം പ്രഖ്യാപിച്ച ഒരു ഗവൺമെന്റാണ്. ശത്രുവിനെ പോലെ അധ്യാപകരെയും സർക്കാർ ഉദ്യോഗസ്ഥരെയും ജനങ്ങളെയും സാധാരണ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ ഒരു ക്ലാസ് വാർ തുടങ്ങാനുള്ള ശ്രമം നടത്തുന്നുണ്ടെങ്കിൽ ജനങ്ങളോട് ഉദ്യോഗസ്ഥർ കുറ്റം പറഞ്ഞാൽ ഏൽക്കാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം ഉദ്യോഗസ്ഥരോട് തന്നെ ജനങ്ങളും അനുഭവിക്കുന്നു എന്നുള്ളതാണ്. ജനങ്ങളുടെ കാര്യങ്ങൾ പറയുമ്പോൾ ഇപ്പുറത്തെ ഏൽക്കാതിരിക്കാതിന്റെ കാരണം ജനങ്ങളോടും തന്നെ ഉദ്യോഗസ്ഥരും അനുഭവിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉള്ളിൽ ആരുമായിട്ട് സംസാരിച്ചാലും ഒരുപാട് പ്രയാസങ്ങളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അറിയും. ഞാൻ കഴിഞ്ഞ ദിവസം സെക്ടറുടെ സമരത്തെ അഭിസംബോധന ചെയ്ത് കോഴിക്കോട് പറഞ്ഞപ്പോൾ അവരുടെ മുമ്പിൽ തന്നെ പറഞ്ഞൊരു കാര്യം, കേരള ചരിത്രത്തിലെ ഇന്നേ വരെ ഉണ്ടായ ഭരണകാലങ്ങളിൽ ഏറ്റവും വലിയ കുടിശ്ശിക സർക്കാരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിന് സംശയമാണ്. അത് ഉദ്യോഗസ്ഥർക്കും അങ്ങനെയാണ്, അത് ജനങ്ങൾക്കും അങ്ങനെയാണ്. വിദ്യാർത്ഥികളുടെ ആനുകൂല്യങ്ങൾ വരെ കുടിശ്ശികയാണ്. അവരുടെ നമുക്കറിയാം സ്കോളർഷിപ്പുകളൊക്കെ എത്രയാണ് മുടങ്ങി കിടക്കുന്നത്, ആനുകൂല്യങ്ങൾ എത്രയാണ് മുടങ്ങി കിടക്കുന്നത് നമുക്കറിയാം. പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട ഗ്രാൻഡുകൾ എത്രയാണ് മുടങ്ങി കിടക്കുന്നത് നമുക്കറിയാം. പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ എത്രയാണ് മുടങ്ങി കിടക്കുന്നത് നമുക്കറിയാം. കേരളം ഭരിക്കുന്നത് കുടിശ്ശിക സർക്കാരാണെന്നും സാധാരണക്കാർക്കും സർക്കാർ ജീവനക്കാർക്കുമുള്ള ഗ്രാന്റുകളും ആനുകൂല്യങ്ങളുമെല്ലാം കുടിശ്ശികയായി തുടരുകയാണെന്നും അപ്പോഴും കൊലപാതക കേസിൽ CBI അന്വേഷണത്തെ എതിർക്കാൻ സർക്കാർ വൻ തുകയാണ് ചെലവഴിക്കുന്നതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ MP പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് TT ബിനു അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രവീൺകുമാർ മുഖ്യ അതിഥിയായി. KPSTA സംസ്ഥാന പ്രസിഡന്റ് K അബ്ദുൾ മജീദ് മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി PK അരവിന്ദൻ ഉപഹാരം നൽകി ആദരിച്ചു. ട്രഷറർ അനിൽകുമാർ വട്ടപ്പാറ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് PS ഗിരീഷ്, ജില്ലാ സെക്രട്ടറി EK സന്തോഷ്, A കൃഷ്ണമണി, K ബാലനാരായണൻ, സത്യൻ കടിയങ്ങാട്, മുനീർ എരവത്ത്, VT സൂരജ് തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാഭ്യാസ സാംസ്കാരിക സമ്മേളനം NSU അഖിലേന്ത്യാ സെക്രട്ടറി KM അഭിജിത്തും വനിതാ സമ്മേളനം KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി ഗൗജ വിജയകുമാറും ഉദ്ഘാടനം ചെയ്തു. സമാപന സമ്മേളനം K മധുകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ.